ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 21, ഒന്നാമത്തെ വായനാ ഭാഗം നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. തുടക്കം ഇങ്ങനെയാണ്: എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഈ മാസം എന്ന് പറയുന്നത് 7-ാമത്തെ മാസമാണ്. തൊട്ട് മുമ്പിലത്തെ വായനയിൽ നമ്മൾ കണ്ടത് 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം കൂടാര പെരുന്നാൾ. അത് ന്യായപ്രമാണം ലേവി പുസ്തകം 23-ാം അധ്യായത്തിൽ ദൈവം അവർക്ക് കൊടുത്ത നിയമമാണ്. അതുപ്രകാരം 21-ാം തീയതി വരെ 7 ദിവസം അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. അത് കഴിഞ്ഞ് 22-ാം തീയതി 8-ാം ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. അവരതിനു മുമ്പ് ആ 15 ദിവസം 15-ാം തീയതി മുതൽ കൂടാര പെരുന്നാൾ ആചരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തുടരെ വായിച്ചു കേൾക്കുകയും അതിൽ നിന്ന് മനസ്സിലാക്കി അവർ കരഞ്ഞും ഒക്കെയാണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നതും. 7 ദിവസം കൂടാര പെരുന്നാൾ, 8-ാമത്തെ ദിവസം വിശുദ്ധ സഭായൊക്കെ കൂടി. ഒരു ദിവസം കൂടെ കഴിഞ്ഞുള്ള ദിവസമാണ് 24-ാം തീയതി. അപ്പം അപ്പോഴത്തേക്ക് അവരുടെ മാനസികമായ ഒരു പ്രത്യേക തലത്തിലെത്തുകയും അവർ 24-ാം തീയതി ചെയ്ത കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂരി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു എന്നാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞ് തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ദൈവമാരെന്നും ദൈവം തങ്ങൾക്ക് തന്നിരിക്കുന്ന നിയമം എന്താണെന്നും തങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്ന് മനസ്സിലാക്കിയ, തങ്ങൾ എന്തുമാത്രം ദൈവത്തിൽ അകന്നിരിക്കുന്നു തിരിച്ചറിഞ്ഞ അവർ തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഏകദേശം 1 യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടു. അപ്പോൾ ഈ പറഞ്ഞ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. പിന്നെ ലേവ്യർ അവരെഴുന്നേറ്റ് നിന്ന് ജനത്തോട് പറഞ്ഞതാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവിൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും ഇത് ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. അങ്ങ് ആകാശത്തെയും സ്വർഗത്തെയും സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അങ്ങ് അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം, അതായത് ദൈവദൂതന്മാരുടെ സൈന്യം, ഗോഡ്ലി ഏഞ്ചൽസിൻ്റെ സൈന്യം, അങ്ങയെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇസ്രായേലിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദേര പട്ടണമായ ഊരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു, കനാൻ ദേശത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അബ്രഹാം എന്ന് പേര് കൊടുത്തു. അപ്പം ആ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായി കണ്ടു. അങ്ങനെ കനാനിയർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗശ്യർ, വേറെയും ജാതിയുണ്ട്. അവരുടെ ദേശം ആയിരിക്കുന്ന കനാൻ ദേശം ഈ നിന്റെ സന്തതിക്ക് കൊടുക്കും എന്ന് ഒരു വാഗ്ദത്വവും കൊടുത്തു. അപ്പോൾ അങ്ങ് നീതിമാനായിരുന്നത് കൊണ്ട് അത് അവർക്ക് നിവർത്തിച്ചു കൊടുക്കേണ്ടത് അങ്ങ് പറഞ്ഞ വാക്കിന് ഉള്ള അങ്ങയുടെ നീതിയാണ്. അത് കഴിഞ്ഞ് ഫറവോനിലെ അടിമ കീഴിലായിരുന്നു. അവിടുന്ന് അവരെ തക്ക സമയമായപ്പോൾ അവരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവരെ വഴി നടത്തേണ്ടതിന് മേഘസ്തംഭം, അഗ്നിസ്തംഭം ഒക്കെ കൊണ്ട് അവരെ വഴി നടത്തി. എന്നിട്ട് വാക്യം പറയുന്നുണ്ട്: അവർക്ക് ന്യായമായുള്ള വിധികൾ, സത്യമായുള്ള പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ കൊടുത്തു. അപ്പം ന്യായപ്രമാണം ന്യായ വിധി അല്ല, പ്രമാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായപ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു എന്നാണ്. അപ്പം ന്യായമായുള്ള വിധികളാണ് കൊടുത്തു. അവർക്ക് വിശുദ്ധ ശബത്തിനെ സംബന്ധിച്ച് അറിയിച്ചു. യാഗങ്ങൾ അതുപോലെ ഒക്കെ അവർ കൊടുത്തു. അവർക്ക് ആകാശത്തു നിന്ന് അപ്പം കൊടുത്തു. ദാഹത്തിന് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. അവർ കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ആ വഴിയെല്ലാം നടത്തി. അവരെ നടത്തി അവിടെ ഈ പറഞ്ഞ കനാൻ ദേശത്ത് അവരെ എത്തിച്ചു. പക്ഷേ അങ്ങയുടെ കൽപ്പനകളെ കേൾക്കാതിരുന്നു എന്നാണ്. അതനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. അങ്ങ് അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ച് തങ്ങളുടെ അടിമപ്പാടിലേക്ക്, ഏതാണ് മിസ്രയീമിലേക്ക് തന്നെ മടങ്ങിപ്പോകത്തക്കവണ്ണം അവർ ആ സ്വഭാവം കാണിച്ചു. അങ്ങാണെങ്കിൽ ക്ഷമിപ്പാൻ എപ്പോഴും ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും
ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ടില്ല. അവർ മടങ്ങി വരണം എന്നുള്ള ആഗ്രഹത്തിൽ. എന്നിട്ട് അവർ ഒരു കാളയെക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാണ് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങയുടെ കരുണ നിമിത്തം അങ്ങ് അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. അവർക്ക് വീണ്ടും മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒക്കെ കൊടുത്ത് അവരെ 40 വർഷം ഇതിൽ നടത്തി. അവർക്കൊരു മുട്ടില്ലാതെ അവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത് അവരെ കൊണ്ടുവന്നു. അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു. ഈ മരുഭൂമിയിൽ തന്നെ വെച്ച് തന്നെ അവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ദേശത്തേക്ക് വശമാക്കി. ദേശത്തിലെ നിവാസികളെ, കനാന്യരെ, അവർ മുഴുവൻ അവർ കൊന്നില്ല, തീർക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് അടിമകളാക്കി വെച്ചു. എന്നിട്ട് പക്ഷേ ഇവരെന്ത് ചെയ്തു? അങ്ങയുടെ ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു. അവരതിൽ നിന്നില്ല. അവർ അങ്ങയിലേക്ക് തിരിപ്പാൻ അവരോട് സാക്ഷ്യം പറഞ്ഞ് അങ്ങയുടെ പ്രവാചകന്മാരെയും അവർ കൊന്നു. ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവരുടെ കഷ്ടകാലത്ത് അവർ അങ്ങയോട് നിലവിളിച്ചപ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് കേട്ട് അങ്ങയുടെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു, ന്യായാധിപന്മാരെ കൊടുത്തു, രക്ഷകന്മാരെ കൊടുത്തു. എന്നിട്ടും അവർക്ക് സ്വസ്ഥത ഉണ്ടായപ്പോൾ, എല്ലാ പ്രശ്നങ്ങളെല്ലാം മാറിയപ്പോൾ വീണ്ടും അവർ ദൈവത്തോട് അനിഷ്ടമായുള്ളത് ചെയ്തു. വീണ്ടും അവരെ ന്യായപ്രമാണം തിരിച്ചു വരുത്തേണ്ടതിന് അങ്ങ് അവരോട് സാക്ഷീകരിച്ചു, സംസാരിച്ചു. പ്രവാചകന്മാർ മുഖാന്തരം ഒക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്, സാക്ഷീകരിക്കുന്നുണ്ട്, അവർക്ക് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ തെറ്റിൽ നിന്ന് മടങ്ങി വരുന്നുണ്ട്, അവരോട് ക്ഷമിക്കുന്നുണ്ട്. വീണ്ടും അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, ദൈവത്തെ വിട്ടുപോകുന്നുണ്ട്, ബിംബങ്ങളെ ആരാധിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ 33-ാമത്തെ വാക്യം, എങ്കിലും അങ്ങയുടെ മഹാകരുണ നിമിത്തം അങ്ങ് അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. അങ്ങ് കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. ആകയാൽ ദൈവമേ, കൃപയും നിയമവും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരനുമായ ഞങ്ങളുടെ ദൈവമേ, രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും പ്രവാചകന്മാർക്കും തങ്ങളുടെ പിതാക്കന്മാർക്കും നിന്റെ ജനത്തിനും നേരിട്ട കഷ്ടങ്ങളൊക്കെയും അങ്ങേക്ക് ലഘുവായി തോന്നരുത്. എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും അങ്ങ് നീതിമാൻ തന്നെ. അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചത്, അല്ലാതെ ഞങ്ങൾ നന്നായിരിക്കുമ്പോഴല്ല. അതുകൊണ്ട് അങ്ങ് വിശ്വസ്തത കാണിച്ചിരിക്കുന്നു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിച്ച് നടന്നിട്ടില്ല, പ്രമാണിച്ചിട്ടില്ല. പുരോഹിതന്മാരും തങ്ങളുടെ പിതാക്കന്മാരും പോലും ന്യായപ്രമാണത്തിൽ തെറ്റിയിട്ടുണ്ട്. അവരെ വിശാലതയും പുഷ്ടിയും ഒക്കെ കൊടുത്തിട്ടും, ദേശത്ത് സമൃദ്ധി കൊടുത്തിട്ടും ദൈവത്തെ സേവിച്ചില്ല, തങ്ങളുടെ പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞില്ല. എന്നിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക്, ഇന്ന് ഞാൻ അങ്ങയുടെ ദാസന്മാരായ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്തു ഈ ദേശത്ത് തന്നെ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവർ ഇസ്രായേൽ ദേശത്താണ്, അല്ലെങ്കിൽ യഹൂദയിലാണ്, യെരുശലേമിലാണ്. പക്ഷേ ഇവർ സ്വതന്ത്രരല്ല. ഇവർ കൽദയ ദേശത്തിലെ ഏതാണോ അവിടുത്തെ രാജാവ്, ആ രാജാവിൻ്റെ കീഴിലാണ്. ഇവർ വന്നിരിക്കുന്നത് കോരശിൻ്റെ കാലം മുതലാണ് വന്നിരിക്കുന്നത്. കോരശിന് ശേഷം അർത്ഥശഷ്ടാവ് ഒക്കെയുള്ള കാലങ്ങളിലാണ്. അപ്പോൾ അവരുടെയൊക്കെ കീഴിലാണ് ഈ ദേശം ഇന്നും ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദേശത്ത് തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തപ്രകാരം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തപ്രകാരം തന്ന ദേശത്ത് തന്നെ ഞങ്ങൾ അടിമകളായിരിക്കുന്നു, ദാസന്മാരും. ഞങ്ങൾ സ്വതന്ത്രരല്ല. ഇവിടെ രാജാവായിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള ഒരുവനല്ല. ഞങ്ങളുടെ പാപം നിമിത്തം അങ്ങ് ഞങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് അത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലിന്മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നു. ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം ചെയ്ത് എഴുതുന്നു. ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ മുദ്രയിടുന്നു. ഈ തരത്തിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. ഒരു തീരുമാനമെടുക്കാനും ദൈവത്തെ അന്വേഷിച്ച് നടക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പം അതിന് മുദ്രയിടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് വായിച്ചു നിർത്തിയത്. നാളത്തെ അധ്യായത്തിൽ മുദ്രയിട്ടവർ ആരെല്ലാമെന്നും ആ മുദ്രയിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നടക്കുമെന്നും ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ സൂക്ഷിക്കുമെന്നും അതുപോലെ നിയമപ്രകാരമുള്ള യാഗങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ നാളെ നമ്മൾ വായിക്കുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുറേ ആൾക്കാരുടെ പേരുകൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ അതിനകത്ത് ദേശാധിപതിയായിരിക്കുന്ന നെഹമ്യാവ്, സിദക്കിയാവ്, അവരൊക്കെ അതിനകത്ത് ഒപ്പിടുകയും ചെയ്തു. അവർ മുദ്രയിട്ടു ഒപ്പിട്ടു എന്നാണ്, മുദ്രയിട്ടു. അവരൊക്കെയാണ് അതിനകത്ത് മുദ്ര വെച്ചവർ. അപ്പം അന്നത്തെ ഒപ്പ് എനിക്ക് തോന്നുന്നു കയ്യിൽ ഇതായിരിക്കും, പേരെഴുതി തൊട്ട് താഴെ
ഇംപ്രഷൻ ആയിരിക്കാനായിരിക്കും സാധിച്ചു, ചിലപ്പം ഒപ്പിടുന്നുണ്ടാവും, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാരുടെ പേര് നമ്മളവിടെ വായിക്കുന്നു. അവരെല്ലാവരും അതിനെ മുദ്രയിട്ടു. അതിനകത്ത്, ആ മുദ്രയിടുന്നതിനകത്ത് എങ്ങനെയൊക്കെ ഞങ്ങൾ ഇനി ഭാവിയിൽ ജീവിക്കാം, ന്യായപ്രമാണം മുമ്പിലുണ്ട്, ന്യായപ്രമാണം അവരുടെ ഉണ്ട്. എന്നാൽ ന്യായപ്രമാണം നിൽക്കെ തന്നെ ആ ന്യായപ്രമാണത്തെ സംരക്ഷിച്ചുകൊണ്ടും ആ ന്യായപ്രമാണം ജീവിക്കാമെന്നും ഉള്ള മുദ്രയാണ്. ആ മുദ്ര ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു എന്നും വായിച്ചിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം ആമോസ് പ്രവചനം 1-ാം അധ്യായം. നമ്മൾ ആമോസ് എന്ന പ്രവാചകന്റെ പുസ്തകം ആദ്യമായിട്ട് തുടങ്ങുകയാണിന്ന്. ഈ ആമോസ് എന്ന് പറയുന്നത് ആരാന്നുള്ളത് ആദ്യത്തെ വാക്യത്തിൽ, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ്. അപ്പം വെറും ഇടയനായിരുന്ന ഒരാളാണെന്ന് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പുസ്തകത്തിൽ തന്നെ 7-ാം അധ്യായം 14 കഴിഞ്ഞിട്ട് 14-15 വാക്യങ്ങളിൽ പ്രവാചകൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് ദൈവം എന്നോട് കൽപ്പിച്ചു. ഞാൻ അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ പ്രവാചകനോ പ്രവാചക ശിഷ്യനോ പ്രവാചക പുത്രനോ ഒന്നും അല്ല എന്ന് ആമോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അറിവ്. അത് നമുക്കാക്കി എല്ലാ പ്രവാചകന്മാരെയും സംബന്ധിച്ചും പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും ആമോസിൻ്റെ പ്രവചനത്തിലും. അതായത് ദൈവം തൻ്റെ സമയത്ത് ഇതുപോലെയുള്ള വിശ്വസ്തരായ ആരെങ്കിലും എന്തെങ്കിലും ക്വാളിറ്റിയൊക്കെ അവരിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിക്കുന്നത്. ദാവീദിനൊക്കെ വിളിച്ചതുപോലെ അങ്ങനെ വിളിക്കുകയും അപ്പോഴാണ്, അതിനു മുമ്പ് ചിലപ്പോൾ അവരെക്കുറിച്ചൊന്നും ഒരു അറിവും നേരത്തെ ഉണ്ടാകണമെന്നില്ല. മോശയെ സംബന്ധിച്ച് അറിയുന്നത് പോലെയോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അറിയുന്നത് പോലെയുള്ള അറിവുകളോ ഒന്നും നേരത്തെ അവരെക്കുറിച്ച് ഉണ്ടാകത്തില്ല. ആ ദൈവം വിളിക്കുന്ന സമയം മുതലാണ് പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് രേഖകൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും ആമോസിനെ വിളിക്കുന്നത് ദൈവം. എന്നിട്ട് ഇതിൻ്റെ കാലവും പറയുന്നുണ്ട്. യഹൂദ രാജാവ് ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും. അപ്പം ഇവിടെ ഉസിയാവും ഇസ്രായേലിൽ യൊരോബെയാമും ആണ് അവിടെ രാജാക്കന്മാരായിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ ഈ കാലഘട്ടം പറയുമ്പോൾ നമ്മൾ ഇച്ചിരി പഴക്കത്തിലേക്ക് പോയാൽ ഈ ഉസിയാവിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നൊരു കാര്യങ്ങൾ വായിച്ചു പോകാം. ഉസിയാവിൻ്റെ കാലത്ത് ഇത് സംഭവിച്ച ഉസിയാവിൻ്റെ കാലമെന്ന് പറയുന്നത് ഉസിയാവിൻ്റെ ചില പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി എന്നോ ന്യായവിധി എന്നോ ഒക്കെ നമുക്ക് വായിക്കാവുന്ന ഒരു ഭാഗത്തിലൂടെയാണ് താഴേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ അപ്പോൾ വരുവാനിരിക്കുന്ന ഭൂകമ്പം, ആ ഭൂകമ്പം നടക്കുന്നതിന് 2 വർഷം മുമ്പാണ് ഈ പ്രവചന ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഉസിയാവ് ചെയ്ത ഒരു കാര്യം പറയാം. ഉസിയാവ് എന്ന് പറയുന്നത് അമസ്യ രാജാവിൻ്റെ മകനാണ്. അമസ്യ രാജാവിൻ്റെ മകൻ 26 അധ്യായം 2 ദിനവൃത്താന്തം അതിൻ്റെ 16-ാമത്തെ വാക്യം വരെ വായിക്കുമ്പം, അവൻ ബലവാനായപ്പോൾ തൻ്റെ നാശത്തിനായിട്ട് അവൻ ഹൃദയം നിഗളിച്ചു. പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാൻ പാടുള്ള ധൂപപീഠത്തിന്മേൽ കടന്നു ചെന്നു അവിടെ ധൂപം കാട്ടാൻ വേണ്ടി ശ്രമിച്ചു. പുരോഹിതന്മാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ധൂപം കാട്ടുവാൻ വേണ്ടി ഉസിയ രാജാവ് ചെന്നതാണ്. അപ്പം 80 പുരോഹിതന്മാർ തടുക്കാൻ ശ്രമിച്ചു. അപ്പം എന്നിട്ടും അത് ചെയ്യാതിരിക്കാതെ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപം കലശം പിടിച്ച് ഇരിക്കുമ്പോൾ അപ്പം തന്നെ അയാൾ കോപിക്കുന്നുണ്ട്. കോപിച്ചിട്ട് അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതൻ കാണുക അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. അപ്പോൾ ഇത് നമ്മൾ ഈ ഉസിയാവിനെ നമ്മളൊന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണ് ഈ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയുന്നുള്ളതിൻ്റെ ഒരു രേഖ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാലത്ത് ശേഷം വരാനിരിക്കുന്ന ഭൂകമ്പം, ആ ഭൂകമ്പത്തെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പം ഇവിടെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യെരുശലേമിനെ ചുറ്റുമുള്ള പല ദേശങ്ങളിലും പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ അപ്പോൾ ഹസായേൽ ഗ്രഹത്തിന് തീ അയക്കും, ബെൻഹദിൻ്റെ അരമനെ ദഹിപ്പിക്കും,
ഏദൻ ഗ്രഹത്തിന് ചെങ്കോൽ പിടിക്കുന്നവരെയും ഛേദിച്ചുകളെയും, അരാമ്യരെ ബദ്ധന്മാരെ കൊണ്ടുപോകുന്ന കാര്യം, ഗസ്സയുടെ കാര്യം, അതുപോലെ അസ്തോദിൻ്റെ കാര്യം, അസ്കലോൻ്റെ കാര്യം, എക്രോൻ്റെ പേര് ഒക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. സോറിനെ മതിലിനകത്ത് തീ അയക്കുന്നതിന് സമയം തേമാനിൽ രബ്ബ. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ, അപ്പോൾ എല്ലാം യഹൂദയും ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലും വരാനിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഈ ഭൂകമ്പം തന്നെയാണ് എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്ന സംഗതി. ബൈബിൾ പണ്ഡിതന്മാരും ഈ ഭൂകമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഭൂകമ്പത്തെ നമ്മൾ സെഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാമത്തെ സെഖരിയാ പ്രവാചകന്റെ പുസ്തകം വീണ്ടും 200 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രവചന ശുശ്രൂഷ നടക്കുന്നത്. എന്നാൽ അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സെഖരിയാവ് 14:5 എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്യാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അപ്പോൾ ഈ ഭൂകമ്പത്തെ സംബന്ധിച്ച് ശിക്ഷാവിധി എന്ന നിലയിൽ, ന്യായവിധി എന്ന നിലയിൽ, അവർക്കുണ്ടായ ദൈവത്തിൻ്റെ കോപം എന്ന നിലയിൽ ആ ഭൂകമ്പത്തെ സംബന്ധിച്ച് സെഖരിയാ പ്രവാചകനും അതിനെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴോട്ടിനെയും വായിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല ദേശങ്ങളെയും, പല രാജ്യങ്ങളെയും, പല പട്ടണങ്ങളെയും, പ്രസിദ്ധമായിരിക്കുന്ന പലതിനും ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കാം. ഇവിടെ ഈ എഴുത്തുകാരൻ്റെ പേര് ആമോസ് എന്നാണ് എഴുത്തുകാരൻ്റെ പേര്. ദൈവം ഉയർത്തുന്നു, ദൈവം എഴുന്നേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഉയർത്തുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ പിന്നെ തുറന്ന് കാണുമ്പോൾ ഇവിടെ മിസ്രയീമിനെ സംബന്ധിച്ചായാലും ഒക്കെ ദൈവം ഈ കാര്യം പറയുകയാണ്. അവിടുന്ന് വായിച്ചു വരുമ്പോൾ നമ്മൾ ഞാൻ സോറിൻ്റെ മതിലിനകത്ത് തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഏദോമിൻ്റെ 3-4 അതിക്രമ നിമിത്തം അവൻ തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തൻ്റെ കോപം സദാകാലത്തും കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളെയും ദേഷ്യം സദാകാലം വെച്ചുകൊള്ളുകയും ചെയ്തിരിക്കാൽ ഞാൻ നിൻ്റെ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ തേമാനിലൊരു തീ അയക്കും, പിന്നെ ഞാൻ രബ്ബയുടെ മതിലിനകത്ത് തീ അയക്കും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അപ്പം ഇങ്ങനെ പല സ്ഥലത്തിനെ സംബന്ധിച്ച്, അമ്മോനിലാണ് ഈ രബ്ബ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ അമ്മോനിലായാലും അമോരിലായാലും ഫെലിസ്തീനിലായാലും ഏദോമിലായാലും ഇതൊക്കെ ഓരോരോ രാജ്യങ്ങളും ദേശങ്ങളുമാണ്. അപ്പോൾ ദമാസ്കസിലായാലും ഒക്കെ സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ സംബന്ധിച്ച്, വരാനിരിക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് ദൈവം ആമോസ് പ്രവാചകനിലൂടെ മുന്നറിയിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ചത്. 3-ാമത്തെ വായനാ ഭാഗം തിമത്യോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം. അതിൻ്റെ 1, 2, 3 അധ്യായങ്ങളാണ്. അപ്പം നേരത്തെ നമ്മൾ വായിച്ച ലേഖനങ്ങളൊക്കെ ഒരു സഭയ്ക്കാണ് എഴുതിയിരുന്നതെങ്കിൽ ഇത് ഒരു വ്യക്തിക്കാണ് എഴുതുന്നത്. കഴിഞ്ഞ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം തിമത്യോസും കൂടെ ചേർന്നാണ് ആ ലേഖനം എഴുതിയത്. ഇന്ന് തിമത്യോസ് മറ്റൊരു സ്ഥലത്താണ്. ആ തിമത്യോസ് ഒരു സഭയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരാളാണ്. ആ തിമത്യോസിനാണ് എഴുതുന്നത്. അപ്പോൾ തിമത്യോസിന് 2 ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഇത് 1-ാമത്തെ ലേഖനം. ഇത് കഴിഞ്ഞ് ഒരു ലേഖനം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് തീത്തോസിന് ഒരു ലേഖനം എഴുതുന്നുണ്ട്. ഈ 3 ലേഖനങ്ങളും ഇടയന്മാർക്ക് അല്ലെങ്കിൽ മൂപ്പന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് ഉള്ള ലേഖനങ്ങളായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്, അല്ലെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നേതൃത്വത്തിലിരിക്കേണ്ടത്, എങ്ങനെയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തുമായിട്ട് ഇടപെടേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ തുടക്കം തന്നെ ക്രിസ്തു യേശുവിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിന് എഴുതുന്നത്. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അനന്തമില്ലാത്ത വംശാധിപതികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ എഫെസോസിലാണ് ഇപ്പോൾ തിമത്യോസ് ഉള്ളത്. തിമത്യോസിനോട് പറയുന്നതുകൊണ്ട് ചിലരോട് ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആജ്ഞാപിക്കുന്ന സ്ഥാനത്താണ് തിമത്യോസ് ഉള്ളത് എന്നുള്ളത് നമുക്കതിന് മനസ്സിലാവും. ആ ആജ്ഞയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ സ്നേഹം എന്നിവയാൽ വിളയാവാകുന്ന സ്നേഹം തന്നെ. അത് എനിക്ക് നിന്നോടുമുണ്ട്, നീ മറ്റുള്ളവരോടും ഈ സ്നേഹം കാണിക്കണമെന്നാണ്. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും.
അപ്പോൾ അവർ ചില മനസ്സിന് ചില കാര്യങ്ങൾ തോന്നിയിട്ട് അവർ ന്യായപ്രമാണത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനോ ഒന്നും ഉതകുന്ന തരത്തിലല്ല, അവരുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ അവരങ്ങ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ ഒക്കില്ലല്ലോ. അപ്പം ഇവിടെ പറയുന്നത് അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യർ, പ്രതിഹന്താക്കൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് പറഞ്ഞിട്ട് ഈ വകക്കാർക്കും എന്നീ വകക്കാർക്കും പദ്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. അപ്പം ന്യായപ്രമാണത്തിലെ ഉപദേശത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പുതിയ നിയമത്തിലെ കാര്യത്തിൽ പരിച്ഛേദന അടക്കമുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അപ്പോസ്തലന്മാർ അതിൻ്റെ കത്തുകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും ആണ് ഈ മേൽ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെയും വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അവരങ്ങനെ തന്നെ ചെയ്യും. ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ സുവിശേഷത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായത് തന്നെ എന്നും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു, ഞാൻ ചില 1-2 വാക്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോൾ ഇത് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നതെന്നുള്ളത്, അത് വേറൊരു സ്ഥലത്തു നിന്ന് വന്നെന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ഏതോ സ്ഥലത്തു നിന്ന് ഇവിടെ വന്നു എന്ന് പറയുന്നത്, ഇപ്പം യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചു, ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു എന്ന് പറയുമ്പം യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? യേശുക്രിസ്തു ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അവരെ നിയമിച്ചു എന്നുള്ളതാണ്. ഇപ്പം യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുമ്പം വേറൊരു സ്ഥലത്തു നിന്ന് അയച്ചു എന്നുള്ളതല്ല, ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അയച്ചു എന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തു എന്തായാലും മറിയയുടെ മകനായി ജനിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അത് വിശ്വാസമാണ്, വിശ്വസിപ്പാൻ യോഗ്യം. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സമ്മതിക്കുന്നു. എന്നിട്ടും അങ്ങനെ പാപിയിൽ ഒന്നാമനായിരുന്നതും ഈ ജനത്തെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടും എന്നോട് ക്ഷമ കാണിക്കാനും ഒക്കെ ദൈവത്തിന് എന്നോട് കരുണയുണ്ടായി എന്നാണ്. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് 17-ാമത്തെ വാക്യത്തിൽ, 1:17, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും മഹത്വം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3 സത്യങ്ങളുണ്ട്. ദൈവം നിത്യനാണ്, രാജാവാണ്, നിത്യരാജാവെന്ന് എഴുതിയിരിക്കുമ്പോഴും അവിടെ നിത്യനാണ്. അക്ഷയനാണ്, ക്ഷയമില്ലാത്തവനാണ്, നശിച്ചു പോകാത്തവനാണ്, മരിക്കാത്തവനാണ്, അദൃശ്യനുമാണ്. അപ്പം ഈ ഏകദൈവം, അത് ഏകദൈവമാണ്, മറ്റൊരു ദൈവമല്ല, അതിനകത്ത് വേറെ ചേർക്കാനൊക്കത്തില്ല. ഏകനായ ദൈവം, ആ ദൈവം നിത്യനാണ്, ക്ഷയമില്ലാത്തവനാണ്, കാണാനും കഴിയാത്തവനാണ്. ഇത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൻ്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ളതാണ്, പക്ഷേ ബൈബിളിൻ്റെ ഉപദേശത്തിന് അനുസരണമായിട്ടുള്ളതുമാണ്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് എതിരായ ഒരു വാക്യമാണ് ഞാനിതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുക. ഞാനതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒന്നുകൂടെ അത് പറയാം. ദൈവം നിത്യനാണ്, ദൈവം ക്ഷയമില്ലാത്തവനാണ്, അതായത് നശിച്ചു പോകാത്തവനും മരണമില്ലാത്തവനുമാണ്, അദൃശ്യനുമാണ്, ആർക്കും കാണാൻ കഴിയാത്തവനുമാണ്, അത് ഏകനുമാണ്. 4-മത്തെ ഒരു കാര്യമുണ്ട്, ഏകനാണ്, ഒരാളാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ എഴുതുകയാണ്. അപ്പം ഇതെന്താണെന്നുള്ളത് ഈ കേൾക്കുന്ന എൻ്റെ സുഹൃത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് താഴോട്ട്, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിന് അനുസരിച്ച് നടക്കാനല്ല, അറിവിനനുസരിച്ച് അവരെ ഉപദേശപ്രകാരമല്ല, അവർ ആ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി എന്നും നമ്മളോട് വായിക്കും. 2-ാമത്തെ അധ്യായത്തിൽ, എന്നാൽ സകല മനുഷ്യർക്കും നമ്മൾ ഞാനും നീയും ഉൾപ്പെടുന്നവർ സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പം ഞാൻ നിന്നോട് പറയുന്നത്, ഈ അധികാരികൾക്കും രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ്? ഈ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ, സകല മനുഷ്യരും നമ്മൾ സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്.
അപ്പം നമുക്ക് വിശ്വാസികളായിരിക്കുന്നവർക്ക് ഭക്തിയോടെയും ബലത്തോടെയും സാവധാനതയോടെയും സ്വസ്ഥതയും ഒക്കെയുള്ള ജീവനം കഴിക്കേണ്ടതിന് വേണ്ടിയാണ് രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കേണ്ടത്. എന്നിട്ട് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നെന്നും പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നു. ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ആഗ്രഹിക്കാൻ. എന്നിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച 17-ാമത്തെ വാക്യത്തിൻ്റെ, അതായത് 1-ാം അധ്യായത്തിൻ്റെ 17 പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. അത് മറ്റൊന്നുമല്ല, 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതാരാണ്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ ദൈവം ദൈവമാണെന്നും യേശുക്രിസ്തു മനുഷ്യനാണെന്നും ആ മനുഷ്യൻ മരിച്ചവനാണെന്നും ആ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ഇന്ന് മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനാണെന്നും അവിടെ എഴുതിയിരിക്കുന്നു. ഇതും ലോകത്തിൻ്റെ വിശ്വാസത്തിന് എതിരായ കാര്യമാണ്. ഇത് ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത് എന്ന് സ്വയം പരിശോധിച്ച് ഈ സത്യവിശ്വാസത്തിലേക്ക് വരികയാണ് എന്നെ കേൾക്കുന്ന താങ്കൾക്ക്. ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്, ഈ വിശ്വാസത്തിനെതിരാണ് താങ്കളുടെ വിശ്വാസമെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് വരണം. കാരണം ബൈബിളിൻ്റെ ഉപദേശം അതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് കാര്യം പറയുന്നത്, തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. അപ്പം ഈ യേശുക്രിസ്തു മനുഷ്യനാണെന്നുള്ളതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഭോഷ്കാണ്. യേശുക്രിസ്തു മരിക്കുന്നവന് മർത്യനാണ്, ദൈവം അക്ഷയനാണ്, അമർത്യനാണെന്ന് പറയുമ്പോൾ ദൈവം യേശുക്രിസ്തു മർത്യനാണെന്ന് സമ്മതിക്കുന്നതിന് പകരം വേറെന്തെങ്കിലുമാണ് നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതെങ്കിൽ അത് ഭോഷ്കാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭോഷ്കല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, പരമാർത്ഥം നമ്മൾ വിശ്വസിക്കണം. പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജാതികൾ, നമ്മൾ ഓരോരുത്തരും ജാതികളാണ്. ഞാനും എന്നെ കേൾക്കുന്ന താങ്കളുമൊക്കെ ജാതികളാണ്. അപ്പോൾ ജാതികളായിരിക്കുന്ന നമ്മൾ ഈ ബൈബിളിൻ്റെ വിശ്വാസമനുസരിച്ച് നടക്കാനും അത് അറിയാനും വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് പൗലോസ് അപ്പോസ്തലനും തിമോഥെയോസും എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉപദേശിച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ടൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ആ വിശ്വാസം ആണ് നമുക്കുണ്ടാകേണ്ടത്. അത് തെറ്റായ ഒരാൾക്ക് തെറ്റായിട്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇവിടെ ദൈവം തന്നെ അതാത് ഭാഷകളിൽ തങ്ങളുടെ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം അച്ചടിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി ശരിയായതിലേക്ക് തിരികെ വരുവാൻ, ശരിയായത് അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്ന വാക്യം, ആ വാഗ്ദത്തം നിവൃത്തിയായിക്കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനും കഴിയും. എന്നിട്ട് താഴോട്ട്, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകുന്ന വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യൗവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സ്വഭാവത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി പൊന്നമുത്ത വിലയേറിയ വസ്ത്രം ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത്, അവർ സൽപ്രവൃത്തികളെ കൊണ്ടെത്താണ് അലങ്കരിക്കപ്പെടേണ്ടത് എന്നും പറയുന്നുണ്ട്. പിന്നെ ആദാമാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്, പിന്നെയാണ് ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സ്വഭാവത്തോടെ പാർക്കുന്നു ആര്? സ്ത്രീ, അല്ലെങ്കിൽ വിശ്വാസിനി. എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇതാണ് സഹോദരിമാരെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച്, വിശ്വാസിനിയെ സംബന്ധിച്ച് പറയുന്ന ഉപദേശം. അല്ലാതെ ഇത് വ്യവസ്ഥകൾക്ക് പുറത്തുള്ള സ്ത്രീയെക്കുറിച്ചല്ല, വിശ്വാസ സമൂഹത്തിനകത്തുള്ള സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണാനുസരണത്തോടു കൂടി പഠിക്കട്ടെ എന്നാണ്. മൗനമായിരിക്കാനല്ലാതെ പുരുഷൻ്റെ മേൽ അധികാരം നടത്താനോ ഉപദേശിക്കാനോ ഒന്നും സ്ത്രീക്ക് അനുവാദമില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ കാണുന്നത് അങ്ങനെയല്ല. അവർ സമത്വവും പുരുഷൻ്റെ മേലധികാരവും പുരുഷനെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരിമാർ അല്ലെങ്കിൽ ദൈവവിശ്വാസിനികൾ കാണുന്നു എന്നുള്ളത് ദൈവ ഉപദേശത്തിന് വിരുദ്ധമായ കാര്യമാണ്, സങ്കടകരമായ കാര്യമാണ്. 3-ാമത്തെ അധ്യായം
അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധ്യക്ഷനായിരിക്കേണ്ട ആളുകളെ സംബന്ധിച്ചാണ്. അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമോ നല്ല കാര്യം തന്നെ. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും എന്നാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സഭയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആൾക്കാർക്കും മൂപ്പന്മാർക്കും അതുപോലെ തന്നെ ശുശ്രൂഷകർക്കും ഒക്കെയുള്ള ഉപദേശങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ 3 പുസ്തകങ്ങൾ. എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പുതിയ ശിഷ്യനും അരുത് ഭരിക്കുന്നവർ. സഭയുടെ നേതൃത്വത്തിലേക്ക് പുതിയ ശിഷ്യനും വരരുത്. കാരണം നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ. അപ്പം അങ്ങനെ ആയിപ്പോവും. കാരണം വെച്ചാൽ അറിവില്ല, എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നറിയില്ല, അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയില്ല, ഒരു സ്ഥിരത വന്നിട്ടില്ല, ഉറപ്പ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ പുതിയ ശിഷ്യൻ ഇതൊക്കെ കണ്ടും കേട്ടും വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പിന്നെ സഭാ നേതൃത്വം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുമൊക്കെ പരിശീലനം കിട്ടണം. അതിനുശേഷം മാത്രമേ അത്തരം നേതൃത്വത്തിലേക്ക്, അതിന് സമയമെടുക്കും. അത് സഭയ്ക്ക് തോന്നണം, ബാക്കിയുള്ള സഭയിലെ സഹോദരന്മാർക്ക് മനസ്സിലാവണം, ഇവൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിലേക്ക് ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്നും അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും ഇങ്ങനെ നേതൃത്വത്തിലേക്ക് വരരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ആദ്യം അവരെ പരീക്ഷിക്കണം. നേരത്തെ ഈ പുതിയ ശിഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് പരീക്ഷകളും ഒക്കെ ഏൽക്കണം. എന്നിട്ട് അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകർ ഭാര്യയുടെ ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. എന്നിട്ട് പറയുന്നത്, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ, അത് തിമോഥെയോസിനോട് പറയുന്ന കാര്യമാണ്. താമസിച്ചു പോയാൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. അപ്പോൾ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ സഭ. അത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. അത് ദൈവാലയമാണ്. അവിടെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശുക്രിസ്തു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ്. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ ഇടയിൽ മാത്രമല്ല, ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ച ആളാണ് യേശുക്രിസ്തു. ലോകത്തിൽ വിശ്വസിച്ചു. ലോകം യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. പിന്നീട് മരണശേഷം തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇത് അടിസ്ഥാനമായി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ. അപ്പോൾ അതാണ് ദൈവസഭയുടെ അടിസ്ഥാനമായിരിക്കേണ്ട കാര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ എന്ന് പറഞ്ഞാൽ ജഡം എന്താണ്? യേശുക്രിസ്തു മനുഷ്യൻ അർത്ഥത്തിലാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു. ദൈവത്തിന് ജഡമില്ലല്ലോ. ദൈവം ജഡത്തിൽ വെളിപ്പെടാൻ ദൈവത്തിന് നമ്മളെപ്പോലുള്ളൊരു ജഡമില്ല, ശരീരമില്ല, അല്ലെങ്കിൽ ഇന്നൊരു ഫ്ലഷ് ഇല്ല. മണ്ണിൽ നിന്നുണ്ടായൊരു സംഗതിയില്ല. ഈ ജഡം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ള ജഡമാണ്. ഇത് ഭൂമിയിൽ നിന്നുണ്ടായ ജഡമാണ്. മന്നയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മന്ന ആകാശത്ത് നിന്ന്, അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്ന എന്നാണ് നമ്മൾ വായിക്കുന്നത്. സത്യം പറഞ്ഞാൽ സ്വർഗത്തിൽ മേളിൽ നിന്ന് വീണതല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഈ മന്ന. കാരണം വെച്ചാൽ ഭൂമിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാനൊക്കെ ഉള്ളൂ. ആകാശത്തു നിന്ന് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടാകത്തില്ല. കാരണം അത് മണ്ണിൽ നിന്നുണ്ടാകേണ്ട റിസൾട്ടായിട്ടുള്ള കാര്യമാണ്. മണ്ണിനെ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ഉണ്ടാകുന്നത്. അത് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ സത്യമായി ദൈവം കൊടുത്തു തന്നെയാണ് മന്ന. പക്ഷേ ആ മന്ന കൊടുത്തെങ്കിലും മന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതിന് വാക്യമുണ്ട്. എനിക്ക് ആ വാക്യം ഓർമ്മയൊന്നുമില്ല. ഞാൻ ആ വാക്യം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്.
അപ്പം ആ മർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കേണ്ടത്, സഭയെ സംബന്ധിച്ച്. അപ്പം യേശുവിനെ കാണേണ്ടതും അങ്ങനെയാണ്. യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തു ഇല്ലെങ്കിൽ ഈ സഭയില്ല. അതാണ് ആ വാക്യത്തിൻ്റെ പ്രധാനം. അവിടെ പറയുന്ന എല്ലാ 1, 2, 3, 4, 5, 6 കാര്യങ്ങളും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. അപ്പോൾ യേശുക്രിസ്തു ഇല്ലെങ്കിൽ ഈ പറയുന്ന സഭയില്ല. അപ്പം ഇത് അടിസ്ഥാന തൂണും അടിസ്ഥാനമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ അടിസ്ഥാനത്തിലും തൂണിലും നിൽക്കുന്ന സഭ യേശുക്രിസ്തു ഇല്ലെങ്കിലില്ല. അപ്പോൾ യേശുക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ യേശുക്രിസ്തു ആര് എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം. അത് പ്രത്യേകം ഓർക്കണം. യേശുക്രിസ്തു ആണ് നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് നയിച്ചത്. യേശുക്രിസ്തു ഇല്ലെങ്കിൽ നാം ദൈവത്തെ പോലും അറിയുകയില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. താങ്ക് യു. ഒരു പുതിയ ദിവസം കൂടെ നമുക്കിവിടെ ലഭിച്ചു. വചനഭാഗങ്ങൾ ധ്യാനിക്കാനും വായിക്കുവാനും പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായും സംരക്ഷിക്കപ്പെട്ടും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.